ഹിസ്ബുള്ളക്കെതിരെയുള്ള പോരാട്ടം അതിരൂക്ഷമായി തുടരുകയാണ് ഇസ്രായേലി സേന. തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കരസൈന്യം ഇരച്ചുകയറി പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തെക്കൻ ലെബനനിലെ 20 ഗ്രാമങ്ങളിൽ നിന്ന് സാധാരണക്കാരായ സിവിലിയന്മാരോട് ഒഴിഞ്ഞു പോകാനുള്ള വലിയ ഉത്തരവാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നത്. ഏത് നിമിഷവും നിങ്ങളുടെ വീടുകൾക്ക് സമീപത്തേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകാം. ഹിസ്ബുള്ള ഭീകരവാദികൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ, ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ തുടങ്ങിയവയ്ക്ക് സമീപം താമസിക്കുന്നവർ ചിന്തിക്കുക, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഏത് നിമിഷവും നിങ്ങളുടെ സമീപത്തേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകാം. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെയുള്ള വമ്പൻ ഓപ്പറേഷന്റെ ഭാഗമാണ് ഇപ്പോൾ നൽകുന്ന ഈ നിർദ്ദേശമെന്നും ഇസ്രായേൽ സേന നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. 20 ഗ്രാമങ്ങളിലെ സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണക്കാരായ ലെബനീസ് പൗരന്മാരുടെ ജീവന് ഞങ്ങൾക്ക് വലിയ വിലയുണ്ട്, ആ ജീവന് ഞങ്ങൾ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം ഞങ്ങൾ നൽകുന്നതെന്ന് ഇസ്രായേലിന്റെ വടക്കൻ മേഖല കമാൻഡർ നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശമാണ് തെക്കൻ ലെബനനിലെ 20 ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നേരത്തെ തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ IDF നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 10,000-കണക്കിന് ആളുകളാണ് തെക്കൻ ലെബനനിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടത്. അവർ പലായനം ചെയ്ത് സിറിയയിലേക്ക് കടന്നു എന്ന് സിറിയൻ ഭരണകൂടം തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേലിന്റെ കരയുദ്ധം ആരംഭിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വമ്പൻ സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഹസൻ നസ്രള്ളയെ വധിച്ചതിന് പിന്നാലെ ലെബനന്റെ വിവിധ ഭാഗങ്ങളിലെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, ആയുധശാലകൾക്ക് നേരെ കഴിഞ്ഞ രാത്രികളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കരയുദ്ധത്തിന് ഇസ്രായേൽ തീരുമാനിച്ചത്. ഇസ്രായേലിന്റെ സൈന്യം ലെബനനിലേക്ക് കടന്നു കയറി നേർക്കുനേർ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എന്നാൽ ലെബനന്റെ ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗം മേധാവി പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ആക്രമണം തെക്കൻ ലെബനനിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ 98-ാം ഡിവിഷൻ, ഇസ്രായേലി സൈന്യത്തിലെ 98-ാം ഡിവിഷനാണ് തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിലേക്ക് ഇരച്ചു കയറി നേരിട്ടുള്ള ആക്രമണം നടത്തുന്നത് എന്ന വിവരം IDF-ന്റെ വക്താവ് ഡാനിയൽ ഹഗാരി തന്നെ വ്യക്തമാക്കുന്നു, സ്ഥിരീകരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്ത വമ്പൻ ശക്തിയുള്ള ഒരു സൈനിക വിഭാഗമാണ് 98-ാം ഡിവിഷൻ. ഇസ്രായേലി സേനയിൽ തന്നെ ഏറ്റവും കരുത്തുറ്റവരും ഏറ്റവും യുദ്ധ തന്ത്രങ്ങളിൽ വിദഗ്ധരുമായിട്ടുള്ള സൈനികർ ഉൾപ്പെടുന്ന 98-ാം ഡിവിഷൻ തന്നെയാണ് ഇപ്പോൾ ലെബനനുള്ളിലേക്ക് കടന്നുകയറി കരയുദ്ധത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത്. അതിന് പിന്നാലെ വമ്പൻ പീരങ്കിപ്പട, കവചിത ടാങ്കുകൾ, അതുപോലെ തന്നെ വ്യോമസേന തുടങ്ങിയവർ അതിന് അകമ്പടിയേകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളടക്കം ഉപയോഗിക്കാൻ പരിശീലനം സിദ്ധിച്ച 98-ാം ഡിവിഷനിലെ പോരാളികളാണ് ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണത്തിനായി ലെബനനിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. ലെബനനിലെ 20 ഗ്രാമങ്ങൾ തച്ചു തകർക്കുക, ആ ഗ്രാമങ്ങളിലെ ഹിസ്ബുള്ള ക്യാമ്പുകൾ തച്ചു തകർക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ കര ഓപ്പറേഷന്റെ ലക്ഷ്യം. ഈ തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെയുള്ള സാധാരണക്കാരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഹിസ്ബുള്ള അവരുടെ സൈനിക ഓപ്പറേഷൻ നടത്തി വന്നിരുന്നത്. ആ വീടുകളുടെ മട്ടുപ്പാവുകളിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റ് അയക്കുക, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ സാധാരണക്കാരായവരുടെ വീടുകളിൽ സ്ഥാപിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാനമായും ഹിസ്ബുള്ള നടത്തി വന്ന പരിപാടികൾ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഭാഗങ്ങളിലെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാനും ശക്തമായ റോക്കറ്റ് ആക്രമണവും കരയാക്രമണവും ഏത് നിമിഷവും തെക്കൻ ലെബനനിലെ 20-ലധികം ഗ്രാമങ്ങളിലേക്ക് ഉണ്ടാകുമെന്നും ഇസ്രായേലി സേന വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ലെബനനിൽ നിന്ന് നിരവധി റോക്കറ്റ് ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ ഉണ്ടായത്. ഏറ്റവും അവസാന മണിക്കൂറുകളിൽ ലെബനനിൽ നിന്നുണ്ടായ റോക്കറ്റ് ആക്രമണം ടെല്ലവീവിലേക്കായിരുന്നു. ടെല്ലവീവിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 2 സാധാരണക്കാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിന് തൊട്ട് മുൻപ് 1 മണിക്കൂറിന്റെ ഇടവേളയിൽ 30 തവണയാണ് ലെബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ടെല്ലവീവ്, ജെറുസലേം, ഷാരോൺ മേഖല, കാർമൻ ഏരിയ, വാദിയറ, വടക്കൻ വെസ്റ്റ് ബാങ്ക് എന്നിവയുൾപ്പെടെ വടക്കൻ മധ്യ ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു
ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇതിൽ നിരവധി റോക്കറ്റുകൾ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി. 1-2 റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചു. അതിലൊന്നാണ് ടെൽ അവീവിൽ പതിച്ചത്. ആ ജനവാസ മേഖലയിലായിരുന്നു ആ റോക്കറ്റുകൾ പതിച്ചത്. എന്നാൽ ആരും മരണപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 2 പേർക്ക് സാരമായി പരിക്കേറ്റു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുമാത്രവുമല്ല വമ്പൻ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് ടെൽ അവീവ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത്. അതായത് പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങരുത്, സ്കൂളുകളിലും ഓഫീസുകളിലും പോകുന്നവർ കൃത്യമായ കരുതലെടുക്കണം, അതുപോലെ തന്നെ ബോംബിംഗ് ഷെൽട്ടറുകൾ സമീപ പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. പരസ്യമായ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം. പുറത്ത് 30 പേർ പരമാവധിയും വീടിനുള്ളിൽ അല്ലെങ്കിൽ കെട്ടിടത്തിനുള്ളിൽ 300 പേർ പരമാവധിയും ഒത്തുകൂടാൻ പാടുള്ളൂ അടക്കമുള്ള വമ്പൻ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി ജനതയ്ക്ക് IDF നൽകിയിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതൽ കൃത്യമായി പാലിക്കണമെന്നും IDF വക്താക്കൾ വ്യക്തമാക്കുന്നു. സർക്കാർ നിർദ്ദേശങ്ങൾ, സൈനിക നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം, സൈറനുകൾ കൃത്യമായി ശ്രദ്ധിക്കണം, കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് കൂടി IDF ഇപ്പോൾ ഇസ്രായേലി ജനതയോട് അഭ്യർത്ഥിക്കുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിൽ വടക്കൻ ഇസ്രായേലിലെ ബീച്ചുകൾ അടച്ചിടുമെന്ന് IDF വ്യക്തമാക്കി. പുതുവത്സര അവധിക്ക് ശേഷം ശനിയാഴ്ച വരെ പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്ന് കൂടി IDF വ്യക്തമാക്കുകയാണ്. കാരണം ഹിസ്ബുള്ളയുമായി ഒരു തുറന്ന യുദ്ധത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനുള്ളിൽ കടന്നു കയറി കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടുന്നതിനുള്ള ശക്തമായ ആക്രമണങ്ങൾ ഓരോ മണിക്കൂറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസുറുള്ളയെ കഴിഞ്ഞ ദിവസം വധിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള സൈനിക നീക്കം ഏറ്റവും രൂക്ഷമായ രീതിയിൽ നടത്താനുള്ള തീരുമാനം ഇപ്പോൾ ഇസ്രായേലി സേന കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൃത്യമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലിനറിയാം. ടെൽ അവീവ്, അതുപോലെ അപ്പർ ഗലീലി അടക്കമുള്ള ജെറുസലേം അടക്കമുള്ള നിരവധി മേഖലകളിലേക്ക് ചിലപ്പോൾ ഹിസ്ബുള്ളയും ഹൂതികളും റോക്കറ്റ് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ കരുതിയിരിക്കണമെന്നും കൃത്യമായ IDFന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ബോംബിംഗ് ഷെൽട്ടറുകൾക്ക് സമീപം നിലയുറപ്പിക്കണമെന്നും ഏതെങ്കിലും ഒരു അത്യാഹിതത്തിന്റെ സൂചന ലഭിച്ചാൽ ഷെൽട്ടറുകൾക്കുള്ളിലേക്ക് കടന്ന് സുരക്ഷിതരായിരിക്കണമെന്നുമാണ് ഇപ്പോൾ IDF നൽകുന്ന നിർദ്ദേശം. സാധാരണക്കാരായ ലെബനീസ് പൗരന്മാരുടെ ജീവന് ഞങ്ങൾക്ക് വലിയ വിലയുണ്ട്, ആ ജീവന് ഞങ്ങൾ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഞങ്ങൾ നൽകുന്നതെന്ന് ഇസ്രായേലിന്റെ വടക്കൻ മേഖല കമാൻഡർ നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശമാണ് തെക്കൻ ലെബനനിലെ 20 ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നേരത്തെ തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ IDF നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 10,000-കണക്കിന് ആളുകളാണ് തെക്കൻ ലെബനനിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടത്. അവർ പലായനം ചെയ്ത് സിറിയയിലേക്ക് കടന്നു എന്ന് സിറിയൻ ഭരണകൂടം തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടിയാണ് തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേലിന്റെ കരയുദ്ധം ആരംഭിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വമ്പൻ സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തിയിരുന്നു.